മക്കളെ, അഖിൽനാമസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ ഇങ്ങ് അടുത്ത് എത്താറായിട്ടുണ്ടല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് 18-നാണ് നമ്മുടെ ഓണം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ തികച്ചും ഒരു മാസം പോലും നമ്മുടെ മുന്നിൽ ബാക്കിയില്ല അല്ലെ. നമുക്കാണെങ്കിൽ ഈ അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് നമ്മുടെ എക്കണോമിക്സിലാണ്. 17 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്കണോമിക്സിൽ പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാ മക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേമിൽ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇത്രയുമാണെന്നാണ്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ വരുന്നുണ്ട്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. പിന്നെ കളക്ഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി ചെറുതാണ്, എന്നാലും ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. പിന്നെയുള്ള 2 ചാപ്റ്റേഴ്സ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. പിന്നെയുള്ളത് ഇന്ത്യൻ എക്കണോമി 1950 to 1990 ആണ്. ഈ 5 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ടേമിൽ നമ്മൾ പഠിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വെറും 3 മാസമാണ്. ഇതിന് 3 മാസം കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നില്ല. ജൂൺ പകുതിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇപ്പൊ പെർഫെക്റ്റ് ആണ്, ഇനി എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ സ്കൂളിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതിലത്തെ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ മക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നോക്കാം. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ, നമുക്കതിന് വേണമെങ്കിൽ കൊളോണിയൽ റൂൾ എന്ന് പറയാം അല്ലെ, ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നുണ്ട് പ്രീ ബ്രിട്ടീഷ് പീരീഡിൽ, അതായത് ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുൻപേ എന്തായിരുന്നു എക്കണോമിക് സിറ്റുവേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. നമുക്കറിയാം ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു, വെൽ ഡെവലപ്ഡ് ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഓരോരോ മേഖലകളിലായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് അനലൈസ് ചെയ്യുന്നത്. സോ ഇത്രയും മേഖലകളിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം നോക്കുന്നത് തന്നെ അഗ്രികൾച്ചറൽ സെക്ടർ ആണ്, നമ്മുടെ കാർഷിക മേഖലയാണ്. കാരണം അന്നത്തെ കാലത്ത് നമുക്കറിയാം 85% പോപ്പുലേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിനെ ആയിരുന്നു. സോ അവിടെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ കാർഷിക മേഖല സ്തംഭിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ, റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് 3 മാർക്കിനോ 4 മാർക്കിനോ വരുന്ന ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് ഓൾറെഡി മിസ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. നമുക്കറിയാം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർത്തിട്ട് അവരിവിടെ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ സെക്ടർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. ദെൻ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിൽ അവർ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നമുക്കറിയാം ഇവിടുന്ന് പ്രൈമറി പ്രോഡക്ട്സ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് മാത്രമായിരുന്നു അവർ വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു 4 പോയിന്റ് ഒക്കെ ആ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെയുള്ളത് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആണ്. നമ്മുടെ ജനസംഖ്യാപരമായ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, സ്ഥിതി വിവരങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഡാറ്റ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം വരുന്നതാണ് ഒക്യുപേഷണൽ സ്ട്രക്ചർ, നമ്മുടെ തൊഴിൽ ഘടന എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലൊരൊറ്റ ഡയഗ്രാം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിനുശേഷം അവസാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതിൽ മാത്രം നമ്മൾ ബ്രിട്ടീഷുകാരുടെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ആണ് കാണുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകം എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇത്രയും മേഖലകളിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അത് തന്നെ വലിച്ചു വാരി ഒരുപാട് പഠിക്കരുത്, പോയിന്റ് ആക്കിയിട്ട് ക്രിസ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഓരോ പാഠഭാഗങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് ക്രിസ്പായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പോയിന്റ്സ്, അതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.